ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലത്തെ ഡേ 4 ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായിട്ട് 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അമ്മയുടെ പാദസരം പോയതിൻ്റെ ടെൻഷനും കരച്ചിലും ഇതൊക്കെ ആയിട്ട് കണ്ണൊക്കെ ആകെ ഒരുമാതിരി വേദനയും വീർമതയൊക്കെ ആയിട്ട് തല അങ്ങോട്ട് പൊങ്ങുന്നുണ്ടായിരുന്നില്ല രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ കടന്ന് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എണീറ്റത്. പിന്നെ ഇന്ന് അപ്പുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ രാവിലെ തന്നെ ആമിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വരുന്നില്ലേ എന്നുള്ള വിളി. കാരണം ഇന്നലെ അത്രയും ഷോക്ക് അടിച്ചിട്ട് ഇരിക്കുകയായിരുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമത്തിൽ വരാതിരിക്കുമോ എന്ന് അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ മുതൽ നട്ടപ്പാതിര വരെ അവിടെ തന്നെയായിരുന്നു. അപ്പുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പുട്ടിയുടെ പിറന്നാളാണിന്ന്. അപ്പോൾ ഗിഫ്റ്റ് രാത്രി ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. അയ്യോ, എൻ്റെ ഓർമ്മ കടിച്ചോ. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും പാദസരം പോയിട്ടുണ്ടാവുക. 2 വീടിൻ്റെ ഉള്ളിലും ഇല്ല. പിന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കണു. ഇവിടെയാണെങ്കിൽ പോയിട്ട് കാണൂല്ല. അതാണ് മെനക്കേട്. എന്താ കാട്ടുക എനിക്ക് തിരിയുന്നില്ല. ഇനി ചെടിയുടെ ഇടയിലെങ്ങാനും കുടുങ്ങി നിൽക്കണുണ്ടാണാവോ. ഏട്ടൻ വന്നിട്ട് ഒന്നും കൂടി പരിധി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തറവാട്ടിൽ നിന്നൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനെത്തുമ്പോൾ ഒരു 11:30 സമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എന്താണെന്നറിയില്ല, രാത്രി ചെറുതായിട്ട് മഴ പെയ്ത് തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ കാലുമിൽ പുതപ്പ് കിടക്കാത്ത കാരണം ഭയങ്കര കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെ ഇങ്ങനെ ഒരു ഫാൻ പോട്ട്സ് ഉണ്ടെന്നതുകൊണ്ട് വെറുതെ ഇങ്ങനെ കാട്ടിയിട്ട് കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇതാ അപ്പുട്ടിയുടെ കൂട്ടുകാരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്താ തത്തമ്മായി അമ്മിക്കുട്ടി ഇതാ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലൊന്ന് പോയി പരുന്ന് നോക്കിയപ്പോൾ ഇതാ ചോറ് ആയിട്ടുണ്ടായിരുന്നു. ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ വറുത്ത് വെച്ചതാണ് കേട്ടോ. കഴിച്ച് നോക്കി ഗൈസ്, സൂപ്പർ സാധനം. മാമൻ വെച്ചതായിരുന്നേ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ വന്നിട്ട് സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ അവിടെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു പാമ്പിനെ കണ്ടു. റബ്ബർ പാമ്പുണ്ടല്ലോ, നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കണ്ടു. പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് പോവാണ്. ഒരു 12 മണി 12:30 ആയിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൂൻ്റെ ഫ്രണ്ട്സ് വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്, വൈറ്റ് ഫോറസ്റ്റ്. അപ്പൂൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും വൈറ്റ് ഫോറസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ആപ്പിളോ അപ്പോ പക്ഷെ അടിപൊളി കേക്കാണ് ഗൈസ്, സൂപ്പർ ടേസ്റ്റാണ് വൈറ്റ് ഫോറസ്റ്റിന് കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റാണ്. കഴിച്ച് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ തന്നെ എത്രത്തോളം കഴിച്ചു ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ ഇത് ആമിക്കുട്ടി പിന്നെ കേക്ക് പ്രാന്തിയാണല്ലോ, അവൾക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓരോ വായ മേടിച്ച് കഴിക്കലായിരുന്നു കേട്ടോ പണി. പക്ഷെ അധികം കേക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നറിയാം. അതിൻ്റെ ബ്രെഡ് പീസാണ് കേട്ടോ അവൾക്ക് കൊടുത്തത്. പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ ബലൂണൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടില്ലേ. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറയാലും ചിരിയാണ് വന്നത്, ബലൂണിൻ്റെ നിപ്പ് കണ്ടപ്പോൾ. പിന്നെ അതാ 12:30 ആയി കേക്ക് കട്ട് ചെയ്ത് ഭക്ഷണം എടുക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആമിക്ക് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആമിക്ക് 3 നേരം കഞ്ഞിയാണ് ഗൈസ്. പിന്നെ ഇതാ ഞാനത് ചോറിനായിരുന്നു ആമിക്കുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് അപ്പൂൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ ഇതാ സാമ്പാർ, നല്ല അടിപൊളി അച്ചാർ, കച്ചമ്പർ, പയറുപ്പേരി, പിന്നെന്താ ചിക്കൻ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചോറിനൊക്കെ ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, തലവേദന കിടക്കണ പോലെ തോന്നി. പിന്നെ അപ്പം കൂട്ടുകാരിയോളും മാമനെ കൂട്ടിട്ട് പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഴയിൽ പോയപ്പോൾ അവർ കൊണ്ടുവന്ന കക്ക നോക്ക്, ഒരു 5-8 കക്ക ഉണ്ടാവും. കുറച്ചും കൂടി കിട്ടുകയാണെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്യായിരുന്നു നമുക്ക്. അടിപൊളി കക്ക തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ സ്മെല്ല് കുറച്ച് ബാഡ് സ്മെല്ലാണ്, കാരണം നാടൻ കക്ക ആയതുകൊണ്ടേ ഭയങ്കര ജാതി സ്മെല്ലായിരുന്നു. പിന്നെ അത് അപ്പു ഫ്രണ്ട്സ് പോകാൻ നേരത്തെ അവർക്ക് വെള്ളം കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടാങ്ക് കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടിയാണ് ടെസ്റ്റ് അടിക്കണത്, മധുരമുണ്ടോ മധുരമില്ലേന്ന്. ഞങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട്സിനെ പറഞ്ഞേക്കാൻ വേണ്ടി അപ്പും മാമനും പോയ തക്കത്തിന് ഞങ്ങൾ റൂമിൽ കയറി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും കുഞ്ഞാറ്റി ആമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
കുഞ്ഞാറ്റയുടെ റബ്ബറാണ് കേട്ടോ. നല്ല രസമില്ലേ റബ്ബർ കാണാൻ. ഗ്രീൻ ആപ്പിള്, മറ്റേ മുന്തിരി, പിന്നെന്താ വാഴപ്പഴം. എന്ത് രസമുള്ള റബ്ബറുകളാണല്ലേ. നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 5 മണിയായപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. തോനെ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ തിരുമ്പി തന്ന് ഞാൻ ഊരി പിഴിഞ്ഞ് മേലെ കൊണ്ടുവന്ന് ആറിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ വേറെ രീതിയിൽ സഹായിക്കണത് നന്നായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാനും മഞ്ചാടിയും മണിക്കുട്ടിയും ഇതും കൂടിയിട്ട് മേലെ കുറേ നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ താഴേക്ക് പോയത്. ഞങ്ങൾ സ്ഥിരം പരിപാടി കേട്ടോ. മേലെ ഇപ്പോൾ നല്ല രസമാണ് ഇരുന്ന് കളിക്കാനൊക്കെ. വെയിലൊന്നും ഇല്ലാത്ത കാരണേ ഷീറ്റ് മേഞ്ഞ കാരണം നല്ല സുഖമാണ് കേട്ടോ ഇരിക്കാനായിട്ട്. നമ്മുടെ സ്ഥിരം പൂച്ചയാണ് കേട്ടോ. അതെപ്പോൾ നോക്കിയാലും മ്യാവ് 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 പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൂടെയൊക്കെ നടക്കും. പിന്നെ ആമിക്കുട്ടി വാക്കറിൽ ഇപ്പോൾ നന്നായിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ, കളിക്കുന്നുണ്ട് കേട്ടോ. പണ്ടൊന്നും അവൾക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുത്തിയാലും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കൊത്തിപ്പിടിച്ച് കയറലൊക്കെയാണ് അതിൻ്റെ മേലെ പണി. പിന്നെ ഒരു കഷ്ണം തണ്ണിമത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ കഷ്ണമായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ കുറച്ചൊന്ന് വിശപ്പൊക്കെ മാറിയ പോലെ തോന്നി. പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദുദും. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും ഞാൻ തിരിച്ച് തന്നെ മാമൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാറ്റയുടെ കൂടെ. കുഞ്ഞാറ്റയ്ക്ക് എന്തൊക്കെ ചിത്രം വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ അപ്പുട്ടീനെ കണ്ടോ ഗൈസ്. അപ്പുട്ടിക്ക് രാവിലെ മുതൽ തലവേദന ഉണ്ടായിരുന്നു ഇത്ര. ഇപ്പം നല്ല ഗംഭീര പനി. അപ്പൂന് നല്ല പനിയായിട്ട് ഇരിക്കുകയാണ്. അമ്മൻ്റെ അപ്പുറത്ത് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോളത് സ്റ്റെപ്പ് കയറി കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേനും പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറക്കിയിട്ടാണ്. കുറുമ്പാണ്. സ്റ്റെപ്പുമ്പോൾ കയറാൻ റെഡി 1 2 എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചാട്ടം ചാടും. ഇതാണ് ഇപ്പോൾ അവളുടെ സ്ഥിരം പരിപാടി കണ്ടോ. അവളുടെ പിന്നാലെ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. ഇത് മഞ്ചാടി എടുത്ത വീഡിയോ ഉണ്ട്. അതാണ് കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്കായിട്ടും ഇതൊക്കെ ആയിട്ട് ഇരിക്കണത്. അപ്പോൾ അപ്പൂന് നല്ല പനിക്കുന്നുണ്ട്. നമുക്കത് ഗുളിക കഴിച്ചിട്ട് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ മഞ്ചാടിക്ക് ചിത്രമൊക്കെ വരച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 8:30 ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആമിക്കുട്ടി കാണിക്കുന്നുണ്ടല്ലോ പുതിയ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞെക്കുമ്പോൾ കാറ്റ് ഇതാക്കണ യന്ത്രം ഉണ്ടല്ലോ. യന്ത്രമല്ല, ഒരു ടോയ് പോലെയാണ് ആ സംഭവം കറക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.